ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. പ്രിപ്പറേഷനിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ നല്ല നീളമുള്ള ഉരുളക്കിഴങ്ങ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് നമുക്ക് പീൽ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 ഉരുളക്കിഴങ്ങും പീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 വശവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഇങ്ങനെ മുറിച്ചെടുക്കാം. 1/2 ഇഞ്ച് മുതൽ 1 ഇഞ്ച് വരെ നീളത്തിൽ കട്ട് ചെയ്ത് മുറിച്ചെടുക്കാം. കഴിയുന്നതും 1/2 ഇഞ്ച് കനത്തിൽ മുറിച്ചെടുക്കുന്നതാണ് നല്ലത്. എന്നാലേ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടും. ഇപ്പം എല്ലാതും ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കാം. ഒരു 3 പ്രാവശ്യം വെള്ളം മാറ്റിയിട്ട് കഴുകിയെടുക്കണം. ആദ്യത്തെ പ്രാവശ്യം കഴുകിയെടുക്കുമ്പോൾ വെള്ളം നന്നായിട്ട് കലങ്ങിയിട്ടുണ്ടാവും. പച്ചവെള്ളത്തിൽ തന്നെയാണ് കഴുകിയെടുക്കേണ്ടത്. ഇനി ഈ വെള്ളം മാറ്റി ഒരു 2-3 പ്രാവശ്യം കഴിയപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളം വന്നിട്ടുണ്ട്. ഇനി വലിയൊരു പാത്രത്തിൽ നന്നായിട്ട് വെള്ളം തിളപ്പിക്കണം. ഈ തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഒരു 4 മിനിറ്റ് നേരം ഇതിലേക്ക് ഇട്ട് വെക്കണം. നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊരു കിച്ചൺ ക്ലോത്തിലേക്ക് മാറ്റി വെക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് പോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതൊന്ന് ഒപ്പിയെടുക്കാം. അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചിട്ടും ഇതേമാതിരി തന്നെ ചെയ്തെടുത്താൽ മതിയാകും. ഇനി ചൂടുകട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെക്കാം. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് മാത്രം ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇതിൽ നിന്നും മാറ്റിയെടുക്കാം. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ കളറൊന്നും മാറിയിട്ടുണ്ടാവില്ല. ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇനി ഇതൊരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒപ്പിയിട്ട് അതിൻ്റെ എണ്ണയൊക്കെ പോക്കിയ ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലവർ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് ഒന്നും കൂടി നന്നായിട്ട് ക്രിസ്പിയായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം ഇതൊരു 20 മിനിറ്റ് ഫ്രീസ് ചെയ്യണം. ഫ്രീസ് ചെയ്ത് എടുക്കുമ്പോൾ നന്നായിട്ട് ഒന്നും കൂടി നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടുന്നതാണ്. ഇനി അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായി തിളച്ചതിന് ശേഷം ഈ ഫ്രീസ് ചെയ്തിരിക്കുന്ന പൊട്ടാറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് പെട്ടെന്ന് ഇളക്കി എടുക്കരുത്. ഒരു ഭാഗം നന്നായിട്ട് ക്രിസ്പി ആയതിനു ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതേമാതിരി ഇട്ട് കൊടുക്കുമ്പോഴും കുത്തി നിറച്ച് ഇട്ട് കൊടുക്കരുത്. കുറേശ്ശെ ആയിട്ട് വറുത്തെടുക്കണം.
ഇപ്പോൾ ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ചും ഇതേമാതിരി തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർത്ത് കൊടുക്കാം. നാടൻ ടേസ്റ്റ് ആയിട്ടുള്ള മുളക് പൊടിയും ഉപ്പുമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവറും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറായി കഴിഞ്ഞു. പുറത്തുനിന്നൊന്നും വാങ്ങാതെ കുട്ടികൾക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഫ്രഞ്ച് ഫ്രൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.